ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം. നാടെങ്ങും ശിവരാത്രി ആഘോഷ നിറവിൽ ലൈവ് വാർത്തയിൽ ആദ്യം പ്രധാന വാർത്ത. മണിമുഴക്കം നിലച്ചു. നടൻ കലാഭവൻ മണിക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ചാലക്കുടിയിലെ വീട്ടുവളപ്പിൽ. കണ്ണീരിൽ കുതിർന്ന സിനിമാ ലോകവും ആരാധകരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണപ്പെട്ടതോടെ സ്ഥാനാർത്ഥി നിർണയം തകൃതി. പുനലൂരിൽ BJP സീറ്റ് BDJSന് സൂചന. ഫയർഫോഴ്സ് വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് മുല്ലക്കര രത്നാകരൻ MLA. കടക്കൽ ഫയർ സ്റ്റേഷന് വിലങ്ങുതടി ഫയർഫോഴ്സിന്റെ അനാസ്ഥയെന്ന മുല്ലക്കര. വാർത്തകൾ വിശദമായി. മലയാള സിനിമയിലെ മണിമുഴക്കം നിലച്ചു. കലാഭവൻ മണി അന്തരിച്ചു. 45 വയസ്സായിരുന്നു. കരൾ രോഗബാധയെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസം അന്ത്യം സംഭവിക്കുകയായിരുന്നു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചാലക്കുടിയിലെ വീട്ടുവളപ്പിൽ നടന്നു. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാര് പണ്ടൊരു ചെണ്ട, കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. ദാരിദ്ര്യത്തിന്റെ ഗട്ടർ നിറഞ്ഞ ജീവിത വഴിയിലൂടെ വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് ഓട്ടോറിക്ഷക്കാരന്റെ കാക്കിയണിഞ്ഞെത്തിയ കലാകാരനായിരുന്നു മണി. കൊച്ചിൻ കലാഭവനിലൂടെ കലാഭവൻ മണിയായി മാറിയ മണിയുടെ അരങ്ങേറ്റം അക്ഷരമെന്ന സിനിമയിലൂടെയായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടത് ലോഹിതദാസ് സുന്ദർദാസ് കൂട്ടുകെട്ടിൽ പിറന്ന സല്ലാപത്തിലെ ചെത്തുകാരൻ രാജപ്പനും. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. സഹനടനായും ഹാസ്യനടനായും നിരവധി വേഷങ്ങളിലെത്തിയ മണി നായക പ്രതിനായക വേഷങ്ങളിലൂടെയും പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചു. എന്റെ അമ്മോ, വാഴ കൂടിത്താ.
എന്റെ കർത്താവേ, നീ കൊല മുഴുവൻ തീർത്തോ? 2 രൂപ ഉള്ളൂ, ബാക്കി ഞാൻ വൈകിട്ട് അരി ആട്ടി തരാം തോമച്ചേട്ടാ. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക് തുടങ്ങി നിരവധി അന്യഭാഷാ ചിത്രങ്ങളിലും മണി പ്രധാന വേഷങ്ങളിലെത്തി. ജമിനിയിലെ വില്ലൻ വേഷത്തിന് ഫിലിം ക്രിട്ടിക്സ് അവാർഡ്, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അന്ധനായ രാമുവിന്റെ കഥാപാത്രത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശവും കലാഭവൻ മണിയെ തേടിയെത്തി. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറിയുടെയും പ്രത്യേക പരാമർശമുണ്ടായി. എന്നിട്ട് ഒന്നും അറിയാത്തവരെ പോലെ എന്റെ വാസനയുടെ ശവം നിങ്ങൾ കേറി വന്നിരിക്കുക. എന്റെ പ്രാവിനെടുക്കാതെ കരുമാടിക്കുട്ടൻ, ആകാശത്തിലെ പറവകൾ, മൈഡിയർ കരടി തുടങ്ങി 300-ൽ പരം ചിത്രങ്ങളിലാണ് മണി വ്യത്യസ്ത വേഷങ്ങൾ പകർന്നാടിയത്. നാടൻ പാട്ടുകൾക്ക് മലയാളത്തിൽ പ്രത്യേക കൈവഴി ഒരുക്കി നൽകിയതിലും മണിയുടെ പങ്ക് പ്രധാനമാണ്. വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ, വയറ് കറ്റാളി എന്റെ കൊടല് കത്തണുമാ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. മഴയും പുഴയും നാടൻ പെണ്ണും നാട്ടുംപുറവും ദാരിദ്ര്യവും സന്തോഷവും സാധാരണക്കാരന്റെ ജീവിതവുമെല്ലാം മണിയുടെ നാടൻ പാട്ടുകളിൽ നിറഞ്ഞു നിന്നു. കണ്ണിമാങ്ങാപ്രായത്തിലും കുഞ്ഞുനാളിൻ ചെറുപ്പത്തിലും ഓടപ്പഴവും ചാലക്കുടിച്ചന്തയും അമ്മായിയുടെ മോളും അപ്പരലിപ്പരലുമെല്ലാം യുവതലമുറയ്ക്ക് എന്നും ഹരമായ മണിയുടെ നാടൻ പാട്ടുകളാണ്. സിനിമകളിലും മണിയുടെ നാടൻ പാട്ടുകൾ പതിവായിരുന്നു. പാട്ടിലും അഭിനയത്തിലും മാത്രമല്ല ചിരിയിലും മണി തന്റേതായ കയ്യൊപ്പ് പതിച്ചു. നാടൻ പാട്ടുകൾക്ക് പുറമെ നിരവധി ഭക്തിഗാനങ്ങളും മണി പുറത്തിറക്കിയിട്ടുണ്ട്. അയ്യപ്പ സ്വാമി നാമം ജപിച്ചാൽ നാവിനെന്നും ഉല്ലാസം, കാനനത്തിൽ കൂട്ടമായി ശരണമേറ്റു പാടുമ്പോൾ കാലിനല്ല നൊമ്പരം, കരളിലല്ലോ ഉന്മേഷം. 2015-ൽ പുറത്തിറങ്ങിയ ഇരുവഴി തിരിയുന്നിടമാണ് മണിയുടെ അവസാന ചിത്രം. കഥാപാത്രത്തിൽ നിന്നും ഇറങ്ങിയാൽ മണി പച്ചയായ മനുഷ്യനായിരുന്നു, മനുഷ്യസ്നേഹിയായ കലാകാരൻ. മണിയുടെ കാരുണ്യത്തിൽ ജീവിതം കരുപ്പിടിപ്പിച്ചവരും ഏറെ. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് വേറിട്ടുനിന്ന ഈ മണിമുഴക്കം ഇനിയില്ല. എങ്കിലും കലാഭവൻ മണി എന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കും. മലയാളത്തിന്റെ സ്വന്തം മണിമാണിക്യത്തിന് നാടിനൊപ്പം ടീം ലൈവ് വാർത്തയുടെയും അന്ത്യാഞ്ജലി. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ശിവക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും നടന്നു. ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി ഉപവാസത്തോടെ ഒരു പകലും രാത്രിയും വ്രതമനുഷ്ഠിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. പാലാഴിമഥന സമയത്ത് വാസുകിയിൽ നിന്നും ബഹിർഗമിച്ച കാളകൂട വിഷം ശിവൻ പാനം ചെയ്ത ദിവസമാണ് ശിവരാത്രിയെന്നും ഐതിഹ്യമുണ്ട്. ഈ ദിവസം ശിവന്റെ മാഹാത്മ്യത്തെ പ്രകീർത്തിച്ച് ഭൂതഗണങ്ങളും ദേവവൃന്ദങ്ങളും ഉറക്കമിളച്ച് സ്തുതിച്ച ദിവസമാണത്രേ. ശിവരാത്രി വ്രതത്തിനും ഏറെ പ്രാധാന്യമാണുള്ളത്. ഉപവസിച്ചും ഒരിക്കലുണ്ടും ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തർ രാത്രിയും പകലും ഉറക്കമിളയ്ക്കുന്നു. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും മംഗല്യഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ആയുരാരോഗ്യത്തിനും കുടുംബശാന്തിക്കുമൊക്കെയായി ഭക്തർ ശിവരാത്രി വ്രതം നോൽക്കുന്നു. ഈ ദിനത്തിൽ ശിവന് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തുന്നതും അഭിഷേകം നടത്തുന്നതും ഉത്തമമാണെന്നാണ് ശിവപുരാണങ്ങൾ പറയുന്നത്. വിവിധ ശിവക്ഷേത്രങ്ങളിലെ ഉത്സവ ദിനം കൂടിയാണ് ശിവരാത്രി. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് പുനലൂർ തൃക്കോതേശ്വരം ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവ ഘോഷയാത്രയും വിശേഷാൽ പൂജകളും നടന്നു. ഘോഷയാത്രയാണോ പവിത്രമായ പുണ്യമായ ഈ ഭൂമിയിലൂടെ കടന്നു വരുന്നത്.
വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന ദീപാരാധനയിലും ദീപക്കാഴ്ചയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. ഇളമ്പൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി പൊങ്കാല മഹോത്സവം തിങ്കളാഴ്ച നടന്നു. ക്ഷേത്ര മേൽശാന്തി സുരേഷ് പോറ്റിയുടെ കാർമ്മികത്വത്തിലാണ് പൊങ്കാല പൂജകൾ നടന്നത്. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്നുവരാനുള്ള പൊങ്കാലയിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. രാവിലെ 7 മണിയോടെ ക്ഷേത്ര മേൽശാന്തി സുരേഷ് പോറ്റി പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി. ധർമ്മസ്ഥാപന ദക്ഷ ഗുരോ ദക്ഷ യജ്ഞ ശിക്ഷക ഭോ സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേധവ ചരണയുഗം. പൊങ്കാലയെടുപ്പുകൾ എരിഞ്ഞു തുടങ്ങിയതോടെ ക്ഷേത്ര പരിസരമാകെ ധൂമപാളികൾ നിറഞ്ഞു. 10 മണിയോടെയാണ് പൊങ്കാല നിവേദ്യം നടന്നത്. പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭക്തർക്കായി ഒരു കൂട്ടം ശ്രീമഹാദേവ ഭക്തർ പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ശിവപുരാണ പാരായണം, വൈകിട്ട് അഖണ്ഡനാമജപയജ്ഞം, വിശേഷാൽ പൂജകൾ എന്നിവയും നടന്നു. ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിച്ച അഖണ്ഡനാമജപയജ്ഞം അടുത്ത ദിവസം നിർമാല്യ പൂജയ്ക്ക് ശേഷമുള്ള പ്രഭാത ദീപാരാധന വരെ തുടർന്നു. രാത്രിയിൽ പ്രത്യേക അഭിഷേക പൂജയും നടക്കും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PS മുരളി, രാജഗോപാലൻ നായർ കരിങ്ങോട്, ഉണ്ണിപ്പിള്ള തുടങ്ങിയവർ പൊങ്കാലയ്ക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, പുനലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുനലൂരിൽ BJP സീറ്റിൽ ഇക്കുറി BDJS സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യത. BDJSനായി വാഗ്ദാനം ചെയ്തിട്ടുള്ള 40 സീറ്റുകളിലൊന്നായി പുനലൂർ നൽകാമെന്ന് BJP വാഗ്ദാനം ചെയ്തതായാണ് സൂചന. SNDPക്ക് ഏറെ നിർണായക സ്വാധീനമുള്ള ജില്ലയാണ് കൊല്ലം. ജില്ലയുടെ കിഴക്കൻ മേഖലയായ പുനലൂരാണ് SNDPയുടെ പ്രവർത്തകരും നേതാക്കളും ഏറെയുള്ളത്. ജില്ലയിൽ LDF, UDF മുന്നണികളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ പലതും കൈകാര്യം ചെയ്യുന്നതും SNDP വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ BDJSന് സാധ്യതയുള്ളതായി കണക്കുകൂട്ടിയാണ് പുനലൂർ സീറ്റ് BDJSന് നൽകാൻ BJP നേതൃത്വം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ SNDP BDJSന് പുനലൂരിൽ അടിത്തറയുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടെ BDJSനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയവും കീറാമുട്ടിയായിട്ടുണ്ട്. പുനലൂരിലെ പ്രസിദ്ധമായ വ്യവസായ സ്ഥാപനത്തിന് വീണ്ടും തുടക്കം കുറിച്ച പ്രമുഖ വ്യവസായിയായ പുനലൂർ സ്വദേശിയെ മത്സരിപ്പിക്കാനാണ് SNDP നേതൃത്വത്തിന്റെ ശ്രമം. ഇതിനുള്ള പ്രാരംഭഘട്ട ചർച്ചകളും നടന്നുകഴിഞ്ഞതായാണ് BDJS വൃത്തങ്ങൾ നൽകുന്ന സൂചന. LDF, UDF മുന്നണികൾക്ക് വീതിച്ചു പോകുന്ന SNDP വോട്ട് ഏകീകരിച്ച് BJP വോട്ടുകളും ചേർത്താൽ BDJSന് വിജയസാധ്യത ഏറും എന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. അതേസമയം കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗവും പുനലൂർ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. 10 സീറ്റാണ് PC തോമസ് BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സീറ്റ് ലഭിച്ചാൽ പുനലൂരിൽ ഒരു സംസ്ഥാന നേതാവിനെ ഇറക്കാനാണ് PC തോമസ് വിഭാഗത്തിന്റെ നീക്കം. BDJSും കേരള കോൺഗ്രസും സീറ്റിനായി പിടിമുറക്കുമ്പോൾ പുനലൂരിൽ നിന്നുള്ള BJP സംസ്ഥാന നേതാക്കളുടെ സാധ്യതയ്ക്ക് മങ്ങലേൽക്കുമെന്ന സൂചനകളിൽ നിന്നും വ്യക്തം. പൊളിറ്റിക്കൽ ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ. അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം.
ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV ഹെർബൽ റെമഡീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കുന്നിക്കോട്. ഫോൺ 0475232533. എത്ര തിളക്കമായിരുന്നു ആ ദിവസം. വിണ്ണിലെ നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം. മറക്കാൻ കഴിയുന്നതല്ല നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. നേത്ര ചികിത്സാ രംഗത്ത് 7 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഭാരത് കണ്ണാശുപത്രി ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളും നേത്ര വിദഗ്ധരുടെ പരിചരണവും സേവനങ്ങളും കൂടുതൽ സമയവും ലഭ്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഫോൺ 8891949693, 9496949693, 9447772610, 9. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജുവലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001-2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്.
എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം, പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്, കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman. Phone 0475 2336051 94472 47563. ശാരീരിക വൈകല്യമുള്ളവർക്ക് പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൈഡ് വീലോടുകൂടിയ സ്കൂട്ടറുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2015-16 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KP ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ ചെയ്യുന്ന കാര്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് നിങ്ങൾക്കും അതുപോലെ അധ്വാനിച്ച് ജീവിക്കാൻ ദൈവം ഒരു അവസരം തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ അവസരം ഒരുക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു ജൈവ പച്ചക്കറി കൃഷി സംസ്കാരം വികസിപ്പിക്കുന്നതിന് വൻതോതിൽ ഒരു എടുത്തുചാട്ടം നടത്തുന്നതിന്, കുതിച്ചുചാട്ടം നടത്തുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നമുക്ക് അഭിമാനത്തോടെ പറയാൻ 30 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചത്. ഒരു കൃഷിക്ക് വേണ്ടി നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ കമ്മിറ്റി ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അത് ലാപ്സായി പോകുമല്ലോ. ഇത് ആർക്കും പ്രയോജനമില്ലാതെ 30 ലക്ഷം രൂപ പദ്ധതി പ്രഖ്യാപിച്ച് നടക്കാറുള്ളത്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. സജീഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുനിത രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീബ് മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KB സജീവ്, AB അൻസാർ, അജിത, വത്സലകുമാരി, രഞ്ജിത്ത് ബാബു, N. ബാലകൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി N. ജഗദീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാറ്റത്ത് ഒടിഞ്ഞുവീണ മരത്തിന്റെ ചില്ല കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നു. ചിത്ര വില്ലേജ് ഓഫീസിന് മുന്നിലാണ് മരച്ചില്ല അപകട ഭീഷണി ഉയർത്തുന്നത്. മടത്തറ നിലമേൽ റോഡിൽ വളവുവച്ച ജംഗ്ഷന് സമീപമാണ് മരച്ചില്ല അപകട ഭീഷണി ഉയർത്തുന്നത്. ആഴ്ചകൾക്ക് മുമ്പേ കാറ്റത്തെ ഒടിഞ്ഞു വീണതാണിത്. ഒടിഞ്ഞു തൂങ്ങിയ കൊമ്പിന്റെ ഒരു ഭാഗം റോഡിലേക്ക് നിൽക്കുകയാണ്. ഒരേ സമയം 2 വാഹനങ്ങൾ വരികയോ മറ്റോ ചെയ്താൽ കൊമ്പിൽ തട്ടുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ചിതറ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് മരച്ചില്ല അപകട ഭീഷണി ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയെ അപകീർത്തിപ്പെടുത്തും വിധം പോസ്റ്ററുകൾ പ്രചരിപ്പിച്ച യുവാവിനെ പോലീസ് പിടികൂടി. കരവാളൂർ മാത്ര സ്വദേശി വൈശാഖാണ് പുനലൂർ പോലീസിന്റെ പിടിയിലായത്. പുനലൂർ സ്വദേശിനിയായ ഈ പെൺകുട്ടിയെ ഇതിനു മുൻപും വൈശാഖ് അപമാനിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പെൺകുട്ടി നൽകിയ പരാതിയിന്മേൽ പുനലൂർ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് യുവതിയെ വീണ്ടും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ പുനലൂരിലും പരിസരത്തുമായി ഇയാൾ പതിച്ചത്. ഇയാൾക്കെതിരെ കേസെടുത്തത് കൂടാതെ പോസ്റ്റർ പ്രിന്റ് ചെയ്ത് നൽകിയ സ്ഥാപനത്തിനെതിരെയും കേസെടുക്കുമെന്ന് പുനലൂർ SI CK മനോജ് അറിയിച്ചു. അപകീർത്തികരമായ പോസ്റ്റർ ഒട്ടിച്ചത് പുനലൂർ സ്വദേശിയായ സ്ത്രീക്കെതിരെയാണ്. അത് ഒരു പട്ടികജാതി സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിലും പാണർ മാനേജർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുമാണ് ഇവൻ അറിയപ്പെടുന്നത്. പക്ഷേ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പാണർ സമുദായത്തിന്റെ ജില്ലാ സെക്രട്ടറി ഇതുമായി ശേഷമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അന്വേഷണവുമായി സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക അവർ തട്ടിമാറ്റി പോവുകയായിരുന്നു. അപ്പോൾ അത് തടഞ്ഞ പോലീസുകാരെയും തള്ളിയിട്ടാണ് പോയത്. അവർ ഒഫീഷ്യൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ചെയ്യാനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് കടയും DTP എടുത്ത കടയിലെ ആൾക്കാരെയും ഈ കേസിലേക്ക് പ്രതികളാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കടക്കൽ ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് തടസ്സം ഫയർഫോഴ്സിന്റെ അനാസ്ഥയെന്ന് മുല്ലക്കര രത്നാകരൻ MLA. കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായും MLA അറിയിച്ചു. ഫയർ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അത് ഫയർ വകുപ്പാണ് അതിന് മറ്റനുമതി തരേണ്ടത്. അപ്പൊ അവരെ ക്ലാസിഫിക്കേഷനിലേക്ക് അത് കിട്ടും. കിട്ടുമെന്ന് വെച്ചാൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കിട്ടും, അല്ലെങ്കിൽ എന്തായാലും നമുക്കത് ഉദ്ഘാടനം ചെയ്യാവുന്ന തരത്തിൽ കിട്ടേണ്ട തരത്തിൽ നടപടി നീങ്ങി കിട്ടുകയാണ്. MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടും പണി തുടങ്ങാൻ വൈകാൻ കാരണം എന്തെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു MLA. കടയ്ക്കൽ ഫയർഫോഴ്സിന്റെ ദുരവസ്ഥയെക്കുറിച്ച് ലൈവ് വാർത്ത മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളും കടമുറികളിൽ കാലിത്തൊഴുത്തിന് സമാനമായ സ്ഥലത്തെ ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന സേനയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം വളരെ കാലമായി ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഫണ്ട് അനുവദിച്ചത്. കെട്ടിട നിർമ്മാണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെങ്കിലും ഫയർ വകുപ്പിൽ നിന്നുമുള്ള ചില തടസ്സങ്ങളാണ് കെട്ടിട നിർമ്മാണം വൈകാൻ കാരണമെന്ന് MLA പറയുന്നു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്ക്.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണിമുഴക്കം നിലച്ചു. നടൻ കലാഭവൻ മണിക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ചാലക്കുടിയിലെ വീട്ടുവളപ്പിൽ. കണ്ണീരിൽ കുതിർന്ന സിനിമാ ലോകവും ആരാധകരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ എണ്ണപ്പെട്ടതോടെ സ്ഥാനാർത്ഥി നിർണയം തകൃതി. പുനലൂരിൽ BJP സീറ്റ് BDJS സൂചന. ഫയർഫോഴ്സ് വകുപ്പിനെതിരെ ആഞ്ഞടിച്ച് മുല്ലക്കര രത്നാകരൻ MLA. കടക്കൽ ഫയർ സ്റ്റേഷന് വിലങ്ങുതടി ഫയർഫോഴ്സിന്റെ അനാസ്ഥയെന്ന് മുല്ലക്കര. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.